أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, സൃഷ്ടാവും പരിപാലകനുമായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് ഇക്കാലത്ത് ചെറുതല്ലാത്ത ത്യാഗവും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം 14 നൂറ്റാണ്ട് ഇപ്പുറം ജീവിക്കുന്ന ആളുകളാകുന്നു നമ്മൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാതെ അവിടുത്തെ സഹാബ കിറാമിനെയും ഉത്തമമായ 3 നൂറ്റാണ്ട് കാലത്തെ താബികളെയും തബഅ താബികളെയും ഒന്നും നേരിൽ കാണാതെ വിശ്വാസം മുറുകെ പിടിച്ച് പിൽക്കാലത്ത് ജീവിതം നയിക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ പരാമർശം നടത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ കേൾക്കുകയും അപ്രകാരം വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണ്. ഇസ്ലാം ചരിത്രത്തിൽ കടന്നു വന്നത് പ്രയാസകരമായ അനേകം ഘട്ടങ്ങൾ താണ്ടിയാണ്. നമ്മൾ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളൊക്കെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് സമാധാനപൂർണമായ, സന്തോഷകരമായ, സംതൃപ്തകരമായ, സൗകര്യങ്ങളോട് കൂടിയ ജീവിതം. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പല ഘട്ടങ്ങളിലൂടെ ആർത്തലച്ച് പാറക്കെട്ടുകളിലൂടെ, കാനന വഴികളിലൂടെ താണ്ടി കലങ്ങി ഒഴുകി ഇപ്പൊ ഇങ്ങനെ ശാന്തമായി ഒഴുകുമ്പോൾ നല്ല മനോഹരമായ പുഴയാണ്, നദിയാണെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് എന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്നുണ്ട്. ഖീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ ആരാണ് പ്രവാചകരെ എന്നാണ് സഹാബത്തിന്റെ ചോദ്യം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അംബിയാ, പ്രവാചകന്മാരാകുന്നു ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായത് എന്ന്. അത് ഖുർആൻ പരാമർശിച്ച പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമായപ്പോൾ ആദ്യകാല വിശ്വാസികൾ അനുഭവിച്ച പരീക്ഷണങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഇസ്ലാമിക ചരിത്രം വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യകാല വിശ്വാസികൾ. അതിനു മുമ്പുണ്ടായിരുന്ന വിശ്വാസി സമൂഹങ്ങൾക്ക് ഉണ്ടായ ചില അനുഭവങ്ങളെ നേരിട്ടും പരോക്ഷമായും ഒക്കെ ഖുർആൻ സൂചിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ സൂറത്തുൽ ബുറൂജ് അങ്ങനെയുള്ള വ്യക്തമായ ഒരു ഖണ്ഡമാണ്. അഗ്നിയുടെ കിടങ്ങുണ്ടാക്കി ആ കിടങ്ങിലേക്ക് ഈ മനുഷ്യരെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കത്തിക്കുകയാണ്, ആയിരക്കണക്കിന് ആളുകളെ. അതിനാ ഭരണാധികാരിയെ പ്രേരിപ്പിച്ചത് അവരുണ്ടാക്കിയ കലാപമോ
ഭരണകൂടത്തിന് നേർക്ക് അവരുയർത്തിയ വെല്ലുവിളികളോ നാട്ടിലുണ്ടാക്കിയ വേറെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. എന്താണ് കാരണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അസീസും ഹമീദുമായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു. പ്രതാപശാലിയായ സ്തുത്യർഹനായ അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഒരു തെറ്റല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടായ സ്വഹാബികൾ വന്ന് പരാതി പറയുന്നുണ്ട്. പരാതി പറയാൻ നബിയെ തെരഞ്ഞു നടക്കുകയാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. ഇന്ന് ലോക മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച്, പ്രതിസന്ധികളെ കുറിച്ച്, ധിക്കാരികളും ഏകാധിപതികളുമായ ഭരണാധികാരികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ച്, തേജോവധ ശ്രമങ്ങളെ കുറിച്ച്, വംശഹത്യയെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിൽ അതൊന്നും പുത്തരിയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ താണ്ടിയാണ് ഇസ്ലാം അതിനെയെല്ലാം അതിജയിച്ച് വിശ്വാസികളുടെ സമൂഹങ്ങൾ കടന്നുപോയിട്ടുള്ളത്. പരാതി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല. പരസ്യമായ പ്രബോധനം അതുപോലും സാധ്യമല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആർക്ക്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പീഡനത്തിന്റെ മുറിപ്പാടുകളുമായി ബിലാൽ റളിയല്ലാഹു അൻഹുവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവും ഒക്കെ അത് കാണിച്ചു കൊടുക്കാനാണ്. ശരീരത്തിലേറ്റ ചാട്ടവാറടിയുടെ പാടുകൾ മണലിൽ മലർത്തിക്കിടത്തി, ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ വലിയ കല്ല് നെഞ്ചിൽ കയറ്റി വെച്ച് പിറകിലെ മാംസം ഉരുകി ഒലിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ തെരഞ്ഞു അവസാനം കഅബാലയത്തിന്റെ സമീപത്തുള്ള ഒരു പൊളിഞ്ഞു വീഴാറായ മതിലിന്റെ മറപറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന രംഗം ചരിത്രം വിശദീകരിക്കുന്നു. ആരാണ് ഇങ്ങനെ പേടിച്ച് ചൂളി അരണ്ട് ഭയവിഹ്വലനായി ഒതുങ്ങിയിരിക്കുന്നത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ എല്ലാ സഹായത്തിനും അർഹനായ പ്രവാചകനെ അങ്ങനെ പരീക്ഷിച്ചു. എന്നിട്ട് നബിയോട് ചെന്നിട്ട് പരാതി പറയുകയാണ്. വിശ്വസിച്ചു എന്നതിന്റെ കാരണത്താൽ ശരീരത്തിൽ തീ കത്തിച്ച് മുറിവേൽപ്പിക്കപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. കെട്ടിയിട്ടിട്ട്, മരത്തിൽ കെട്ടിയിട്ടിട്ട് ശരീരത്തിൽ ഇങ്ങനെ തീ കത്തിച്ചിട്ട് മനുഷ്യന്റെ പച്ച മാംസം ഇങ്ങനെ കത്തിക്കുക, അത് കണ്ടുനിന്ന് ഭയവിഹ്വലനായി മിണ്ടാൻ കഴിയാതെ സ്തബ്ധനായി നിൽക്കുന്ന അമ്മാർ ഇബ്നു യാസിർ എന്ന് പറയുന്ന കൊച്ചു കുട്ടിയുണ്ട് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹയുണ്ട്. മർമ്മസ്ഥാനങ്ങളിൽ കുന്തം കുത്തി കൊലപ്പെടുത്തിയ ഒന്നാമത്തെ രക്തസാക്ഷിയായ സുമയ്യ റളിയല്ലാഹു. ഒരു കുടുംബാണ്. യാസിർ റളിയല്ലാഹു അൻഹും അമ്മാർ ഇബ്നു യാസിറും സുമയ്യ റളിയല്ലാഹു അൻഹയും ഭാര്യയും ഭർത്താവും മകനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കാണുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും പറയാനും കഴിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പക്ഷെ ആ കുടുംബത്തെ നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സബ്റൻ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. ഇത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. എക്കാലത്തെയുമുള്ള വിശ്വാസികളോടുള്ള സംസാരമാണത്. അത് യാസിർ കുടുംബത്തോട് മാത്രമല്ല, അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളോടും, കുടുംബങ്ങളോടും, ജനപദങ്ങളോടും, മുസ്ലിം ഉമ്മത്തിനോടുമുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു വാഗ്ദാനമാണ് സബ്റൻ. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ നിങ്ങളായി ജീവിക്കണം, നിങ്ങൾ നിങ്ങളുടെ വിലാസം കാക്കണം, നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായിട്ട് നിങ്ങളുടെ ആദർശത്തെയും നിങ്ങളുടെ ദീനിനെയും നിങ്ങൾ ആരുടെ മുന്നിലും പണയം വെക്കാൻ പാടില്ല. ഈ പരാതിയുമായി വന്ന സഹാബാ കിറാം റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലുന്നൂറിന്റെ മുകളിൽ നിന്ന് ഇസ്ലാമിന്റെ സന്ദേശവുമായി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോ നബിന്റെ കൂടെ നിന്ന് സഹായിച്ച ആളുകളാ. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ എല്ലാ പ്രൊട്ടക്ഷനും അർഹരായ ആളുകളാ. അവരാ വന്നിട്ട് ചോദിക്കുന്നത്, അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലയോ? അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലയോ, സഹായം തേടുന്നില്ലയോ? അപ്പൊ നബി അവർക്ക് വേറൊരു കഥ പറഞ്ഞു കൊടുത്തു. അത് വെറും കഥയല്ല, മുൻകാല വിശ്വാസികളുടെ സമൂഹത്തിൽ ഉണ്ടായ ഒരു കഥ, ഒരു സംഭവ കഥ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഅ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾ ഇങ്ങനെയുള്ള കടുത്ത പരീക്ഷണങ്ങൾ കൊണ്ട് വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു, ഹത്താ യഖൂലു റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. ഇനി എപ്പോഴാണ് പടച്ചോന്റെ സഹായം ഉണ്ടാവുക എന്ന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും വിശ്വാസികളും ഇനി എപ്പോഴാ പടച്ചോൻ സഹായിക്കുക എന്ന് ചോദിക്കൂലേ? എപ്പോഴാ ഇനി പടച്ചോൻ സഹായിക്കുക എന്ത് ചോദിക്കുമാർ അവർ പരീക്ഷിക്കപ്പെട്ടു. ആരാ ചോദിച്ചത്? സാധാരണ മനുഷ്യന്മാരൊന്നല്ല, ആ സമൂഹത്തിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും വിശ്വാസികളും ചോദിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ആ സംഭവം വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന സഹാബികളോട് നബി പറയാണ്, വിശ്വാസികളായി എന്ന കാരണത്താൽ ഒരു വിശ്വാസിയെ കൊണ്ടുവന്ന് അയാളുടെ തലയിലൂടെ മൂർച്ചയേറിയ ഇരുമ്പിന്റെ വാളുകൊണ്ട് അയാളുടെ ശരീരം രണ്ടാക്കി നേർക്കുനേരെ പകുത്തു കളഞ്ഞു. ഉണ്ടായ സംഭവം ഒരിക്കലും കളവ് പറയാത്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. വേറൊരു വിശ്വാസിയെ കൊണ്ടുവന്നു, അയാളുടെ ശരീരത്തിലെ മാംസം മുഴുവൻ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് കോതി കോതി എടുത്ത് മാംസവും അസ്ഥിയും വേറെയാക്കി. വലാകിൻ ലാ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കൂട്ടുകയാകുന്നു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാല വിശ്വാസികളോട് പറഞ്ഞു. ഞാൻ ഈ സംഭവം ആമുഖമായി പറയാൻ കാരണം, സഹോദരങ്ങളെ, ഇന്നിങ്ങനെ കേൾക്കുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആകപ്പാടെ മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ നമുക്ക് മാത്രമാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഉള്ളത്. ഗസയിലെ വിശ്വാസികളെ കുറിച്ച്, അതേപോലെ തന്നെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പല കാരണങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ കാലത്തും ഇതുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട് വലിയൊരു പരീക്ഷണത്തിലാണ്. പൗരത്വ ഭേദഗതി നിയമത്തേക്കാൾ മാരകമായ ഒരു റൂളാണ് പാർലമെന്ററി കമ്മിറ്റി ചേർന്ന് അത് അവതരിപ്പിച്ച് ഇനി ബില്ലായി തീരാൻ പോകുന്നത്. ഇന്ത്യൻ മുസൽമാന്റെ 90% വഖഫ് സ്വത്തുക്കളെയും ഏകപക്ഷീയമായി ഗവൺമെന്റ് ഭൂമിയായി നാഷണലൈസ് ചെയ്യാൻ സഹായിക്കുന്ന നിയമമാണ് വരാൻ പോകുന്നത്. ചെറുതൊന്നല്ല, നമ്മളതിങ്ങനെ പത്രത്തിൽ വായിച്ചു നൽകാണ്. വളരെ ഭീകരമായ നിയമമാണ്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഒരാള് അയാളുടെ സ്വത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടദാനമായി കൊടുക്കുന്ന സദഖത്തുൻ ജാരിയാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. അത് പലതും വാചികമാണ്. അങ്ങനെ ഓറൽ വഖഫിന് സാധിക്കൂല എന്നാണ്. വാചികമായ വഖഫ് ഒന്നും സാധുവാവുകയില്ല. അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ വഖഫ് ബോർഡിനോ മുസ്ലിം മെമ്പർമാർക്കോ മുസ്ലിങ്ങൾക്കോ അല്ല അതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം. പുതിയ ബില്ല് പ്രകാരം ജില്ലാ കലക്ടർക്ക് അതിൽ സംശയമുണ്ട് എന്ന് തോന്നിയാൽ തന്നെ അത് ഡിസ്പ്യൂട്ടഡ് ലാൻഡായി. പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണോ അതിൽ തീരുമാനമെടുക്കുന്നത് അത്രയും കൊല്ലം, ചിലപ്പോൾ 10 കൊല്ലവും 20 കൊല്ലവും 30 കൊല്ലക്കാർ അങ്ങനെ കെടുക്കാനും അതിൽ തീരുമാനമെടുക്കാനുമുള്ള ആത്യന്തികമായ അവകാശം ജില്ലാ കലക്ടർമാർക്ക് വെച്ചുകൊടുക്കുന്ന വളരെ മാരകമായ ഭരണഘടനാ നിയമങ്ങൾ മുഴുവൻ ലംഘിക്കുന്ന, മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും അവരുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന, നിങ്ങളുടെ ശരീഅ നിയമത്തിൽ ഇതാണ് പറഞ്ഞതെങ്കിലും ഞങ്ങൾ പാസാക്കുന്ന ഈ നിയമം നിങ്ങൾ അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്നു. സ്പെയിനിലെ മുസ്ലിങ്ങളോട് എന്താണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് തുല്യതയില്ലാത്ത സംസ്കൃതിയുടെ ഉദാഹരണമായ സ്പെയിൻ എങ്ങനെയാണ് തകർന്നടിഞ്ഞത് എന്നും സ്പെയിനിനെ എങ്ങനെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നശിപ്പിച്ചു എന്ന പാഠം ഇങ്ങനെ വായിക്കുമ്പോൾ ആ പാഠങ്ങളൊക്കെ പലതും ഇന്നത്തെ ഇന്ത്യ ചരിത്രവുമായി നല്ലപോലെ ചേർന്നു പോകുന്നുണ്ട്. നമ്മൾ വായിച്ചു നോക്കണം. മഹോന്നതമായ സർവകലാശാലകൾ, വളരെ മനോഹരമായ നിരത്തുകൾ, പൂന്തോട്ടങ്ങൾ, ലൈബ്രറികൾ, വിജ്ഞാന കേന്ദ്രങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, അതേപോലെ നിർമ്മാണശാലകൾ, അതിനേക്കാൾ ഉപരി
സമാധാനപൂർണമായ ഒരു സമൂഹം, അതിനേക്കാളൊക്കെ ഉപരിയായി ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഭരണകൂടം, ഏതാണ്ട് 7-8 നൂറ്റാണ്ട് കാലത്തോളം എല്ലാ പ്രൗഢിയിലും മുന്നോട്ട് പോയ മുസ്ലിം സ്പെയിൻ എങ്ങനെയാണ് തകർന്നത് എന്നും അതിനെ എങ്ങനെയാണ് തകർത്തത് എന്നും നമ്മൾ വായിക്കണം. അത് ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം വായിച്ചു നോക്കാം. നോക്കൂ നിങ്ങൾ, ബോസ്നിയയിലെ വംശഹത്യക്ക് 30 കൊല്ലം പൂർത്തിയാകാൻ പോവുകയാണ്. 992 മുതൽ 995 വരെ ബോസ്നിയയിൽ നീണ്ടുനിന്ന മനുഷ്യക്കുരുതി അത് മുസ്ലിങ്ങൾക്ക് നേരെയായിരുന്നു. അവിടെ 44% വരുന്ന മുസ്ലിങ്ങളെ മൃഗതുല്യരായി പരിഗണിക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 32-33% വരുന്ന സെർബിയൻ ഓർത്തഡോക്സ് വിഭാഗം കൂട്ടക്കൊല നടത്തി. 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ വംശഹത്യ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്താണ്. നമ്മൾ ജനിച്ചു വളർന്ന 30 കൊല്ലമായിട്ടുള്ളൂ. 995-ലാണ് അത് അവസാനിക്കുന്നത്. 20,000-ലേറെ സ്ത്രീകള് പട്ടാളക്കാർ ബലാത്സംഗം. മുസ്ലിം കുടുംബമാണോ? പട്ടാളക്കാർ ഇരച്ചു കയറി പുരുഷന്മാരെ മുഴുവൻ വെടിവെച്ചു കൊല്ലും. 38,000-ഓളം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. മുസ്ലിം കുടുംബത്തിൽ കയറിയിട്ട് പുരുഷന്മാരെ മുഴുവൻ വെടിവെച്ചു കൊല്ലുകയും സ്ത്രീകളെയും പെൺകുഞ്ഞുങ്ങളെയും ആ മൃതശരീരങ്ങൾക്കിടയിൽ ഇട്ടുകൊണ്ട് തന്നെ ബലാത്കാരം ചെയ്യുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും നിരാലംബരായി 22 ലക്ഷം, ഏതാണ്ട് 44 ലക്ഷത്തോളം ആളുകളാണ് അവിടെ ഉള്ളത്. അതില് 22 ലക്ഷത്തോളം ആളുകൾ പലായനത്തിന് വിധേയരാവുകയും ചെയ്തു, നാട് വിട്ടു പോവാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. ഇത് ബോസ്നിയയിൽ നിന്ന് നമ്മൾ കണ്ട രംഗമാണ്. പക്ഷേ ആ ചിത്രം ക്രമേണ മാറി വന്നു. അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ റഷ്യയില് ക്രിമിയൻ ഭാഷ സംസാരിച്ചിരുന്ന താത്താരി മുസ്ലിങ്ങൾക്കെതിരെ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ വംശഹത്യ എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന 944 മെയ് 18 മുതൽ 20 വരെയുള്ള 2 ദിവസങ്ങളിൽ എല്ലാവരും രാത്രി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭരണകൂടത്തിന്റെ ഓർഡർ വരികയാണ്. എല്ലാവരും സുഖനിദ്രയിലാണ്. പുലർച്ചെ 4 മണിക്ക് സൈന്യത്തിന്റെ ഉത്തരവ് പ്രകാരം ഒന്നായിട്ട് വീടുകളിലേക്ക് ഇരച്ചു കയറുകയും ആ പൊതുവിളംബരത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരെയും ഒരു പ്രദേശത്തേക്ക്, ഒരു ചത്തുരത്തിലേക്ക് ആനയിക്കുകയും പിന്നീട് ട്രക്കുകളിലാക്കി അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ആ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടില് വാഗൺ ട്രാജഡി ഒക്കെ നമ്മൾ പറയാറ്, അതേപോലെ വാഗണുകളിൽ കുത്തി നിറച്ച് നാട് കടത്തുകയും ചെയ്ത ഒരൊറ്റ ദിവസം കൊണ്ട് ആ നാട്ടിലെ മനുഷ്യർക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന ഏകദേശം 2.5 ലക്ഷം വരുന്ന താർത്താർ മുസ്ലിങ്ങളെ വാഗണുകളിൽ നിറച്ച് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ കീഴിലായിരുന്ന ഉസ്ബെക്കിസ്ഥാൻ അടക്കമുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് നാട് കടത്തുന്ന വളരെ ക്രൂരമായ ആ വംശഹത്യയും അനുബന്ധ സംഭവങ്ങളും. ചൈനയിൽ താമസിച്ചിരുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങൾ, ചൈനയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സിൻജിയാങ് പ്രവിശ്യയില് ഗോത്ര ന്യൂനപക്ഷ വിഭാഗമായ ഉയ്ഗൂർ മുസ്ലിങ്ങൾ, ഇപ്പൊ അടുത്ത കാലത്ത് ഉയ്ഗൂർ മുസ്ലിങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു തരുന്നു. യാതൊരു മനുഷ്യാവകാശങ്ങളും അംഗീകരിക്കാതെ ആ മനുഷ്യരെ അടിച്ചമർത്തുകയും അത് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ലോകത്തറിയപ്പെടുന്ന ആംനസ്റ്റി പോലെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലെയുള്ള സംഘടനകൾ പുറത്തുവിട്ടിട്ടുണ്ട്. മനുഷ്യർക്കുള്ള ഏകദേശം 16,000 ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ പള്ളികൾ വരെ ഗവൺമെന്റ് തകർത്തു. അത് ചൈന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആരാധനാലയങ്ങൾ തകർക്കുന്ന രൂപത്തിലേക്കായി. ഇങ്ങനെ ലോകത്തെ എല്ലാ കാലഘട്ടങ്ങളിലും ഇസ്ലാം എന്ന് പറയുന്ന ആദർശം പൊതുവെ ശത്രുപക്ഷത്ത് നിർത്തപ്പെടുന്ന ഒരവസ്ഥ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരൊക്കെ വരുമ്പോ അവരുടെ പ്രധാന ശത്രുക്കളാരായിരുന്നു? ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ, അധിനിവേശത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളുടെയും, അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ട് 1857 വരെയാണെങ്കിൽ 1858 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ നേരിട്ട് ഭരിക്കുന്ന ഭരണകാലഘട്ടമായിരുന്നാലും ശരി,
അവരുടെ പീരങ്കിയുടെ മുമ്പിൽ, അവരുടെ തോക്കിന് മുമ്പിൽ പിടഞ്ഞു വീഴുന്നതിൽ ബഹുഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തുന്നത് കുഞ്ഞാലി മരക്കാന്മാരാണ്. കുഞ്ഞാലി മരക്കാർ ഒന്നാമനും രണ്ടാമനും മൂന്നാമനും നാലാമനും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ മുസ്ലിങ്ങളെ എന്നും ശത്രുപക്ഷത്ത് നിർത്തുകയും അവരെ ആക്രമിക്കുകയും അവരുടെ അവകാശങ്ങൾ ലംഘിക്കുകയും അവരെ വംശഹത്യ നടത്തുകയും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് നമ്മൾ ഗസയിൽ കണ്ടത്. അവിടെ ഇപ്പോ സമാധാന കരാറൊക്കെയായി ഇങ്ങനെ പുറത്തു വന്നെങ്കിലും ജോർദാൻ, ഈജിപ്ത്, അതേപോലെ മറ്റ് അറബ് രാജ്യങ്ങളും ചേർന്ന് 20 ലക്ഷം ഗസക്കാരെ ഏറ്റെടുത്ത് സ്ഥലം കൈമാറണമെന്നാണ് ട്രംപിന്റെ അവസാനത്തെ പ്രസ്താവന വന്നത്. അത് കഴിഞ്ഞ് അവിടെ പിന്നെ പൊട്ടാതെ കിടക്കുന്ന ബോംബുകളൊക്കെ നിർവീര്യമാക്കി ലോകത്തെവിടെയുമുള്ളവർക്ക് വരാവുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഞങ്ങളത് 20 ലക്ഷം മനുഷ്യരെ, 1-2 ആളുകളല്ല, 20 ലക്ഷത്തിൽ പരം മനുഷ്യരെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലേക്ക് തള്ളിവിട്ട് തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബഡായികളുമായി ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഇസ്രായേലും ലോക പോലീസും തമ്മിൽ നടക്കുന്ന അമേരിക്കയും രംഗത്ത് വന്നിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ അവസാനമായി വായിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കിതൊക്കെ വായിക്കുമ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഇതൊക്കെ നമ്മൾ വായിച്ച വാർത്തകളാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്ന ഇത് പ്രവാചകൻ ഈ പുറത്താക്കൽ നടപടി എന്ന് പറഞ്ഞാൽ സൂറ ഇബ്രാഹിമിൽ അള്ളാഹു പറയാം, നിഷേധികളായ, ധിക്കാരികളായ, അതിക്രമകാരികളായ ഈ ആളുകളുണ്ടല്ലോ, അവർ പ്രവാചകന്മാരോട് പറഞ്ഞു, അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. ആരോടെ പറഞ്ഞു? സൂറ ഇബ്രാഹിമില് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഈ ആയത്ത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രവാചകന്മാരോട് പറഞ്ഞു അധികാരികൾ, പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞാൽ, വംശഹത്യ എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ അപരവൽക്കരണം എന്ന് പറഞ്ഞാൽ, ആട്ടിയോടിക്കൽ എന്ന് പറഞ്ഞാൽ, പലായനം ചെയ്യിക്കുവാനുള്ള, എന്നും ഇങ്ങനെ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥികളുടെ കഥകൾ നമ്മൾ വായിച്ചാൽ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും. ഈ ബംഗാൾ ഉൾക്കടലിൽ 100 ആളുകൾ കയറാവുന്ന ബോട്ടിൽ 200-300 ആളുകൾ കയറാണ്. അത് തന്നെ എക്സ്പയറി കഴിഞ്ഞ ബോട്ടുകളാണ്. എന്നിട്ട് ഇന്തോനേഷ്യയിലേക്കോ ബംഗ്ലാദേശിലേക്കോ പാകിസ്ഥാനിലേക്കോ ഇന്ത്യയിലേക്കോ ശ്രീലങ്കയിലേക്കോ പോകാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടന്ന് പലതും ഇന്ധനം തീർന്ന് ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളവും തീർന്ന് കടലിൽ ആണ്ടുപോയി അഗാധതയിലേക്ക് താന്നു പോകുന്ന മനുഷ്യർ വലിയ ചോദ്യചിഹ്നമായി മാറും. 100 കണക്കിന് മനുഷ്യർ. ആ ചിത്രമൊന്നും ലോകത്ത് വരൂല. 100-ൽ പരം ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആളുകളെ ഒരു ഇന്ത്യ രാജ്യത്തേക്ക് കയ്യിലും കാലിലും ചങ്ങലയിൽ ബന്ധിച്ച് നാട് കടത്തിയപ്പോൾ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? നമ്മുടെ മേശപ്പുറത്ത് വരുന്ന നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ എത്ര മാധ്യമങ്ങളെ അന്ന് വിമാനത്തിന്റെ വലുപ്പവും ചേരും പോലൊക്കെ പറഞ്ഞതല്ലാതെ അതിലടങ്ങിയ മനുഷ്യാവകാശ ലംഘനം, 140 കോടി ജനങ്ങൾ ശിരസ് കുനിച്ചുപോയ ആ സംഭവത്തെ എത്ര മാധ്യമങ്ങൾ വാർത്തയാക്കി. എന്നിട്ടല്ലേ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ കഥ? അതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യൂല. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ചില പ്രത്യേക വാക്കുകൾ വെച്ച് നമ്മൾ പോസ്റ്റ് ഇട്ടാൽ അതിന്റെ ആൽഗോരിത പ്രകാരം അതിന് ലൈക്കും കമന്റും കിട്ടൂല, അത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് പോകില്ല. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ ആൽഗോരിതം. യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മളിടുന്ന പോസ്റ്റുകൾ ഏറ്റവും കുറച്ച് ആളുകളെ എങ്ങനെ കാണിക്കാൻ കഴിയും എന്നതിനുള്ള സിസ്റ്റമാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളതിൽ ഫാഷിസം എന്നോ ഇസ്രായേൽ എന്നോ ട്രംപ് എന്നോ നെതന്യാഹു എന്നൊക്കെ വേർഡുകൾ പ്രയോഗിച്ചാൽ സാധാരണ 500 ലൈക്ക് കിട്ടുന്ന ആൾക്ക് 20 ലൈക്ക് കിട്ടൂല. എന്താ കാരണം? എല്ലാ മാധ്യമങ്ങളെയും സംവിധാനങ്ങളെയും ഈ ഭീമന്മാര് ഹൈജാക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്മാരോട് പറഞ്ഞു, അതിന്റെ പുതിയ രൂപങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ദീർഘനേരം പറയാണ്. ഇപ്പൊ നമ്മൾ കാണാത്ത രൂപത്തിൽ ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ രക്ഷയുള്ളൂ, ഞങ്ങളുടെ മില്ലത്തിലേക്ക് നിങ്ങൾ വരും. ഞങ്ങൾ പറയണ പോലെ നടക്കുക. ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ആചാരവും ഞങ്ങളുടെ ലിബറലിസവും ഞങ്ങളുടെ ആധുനികതയും
ഞങ്ങളുടെ കമ്പോളവൽക്കരണവും ഞങ്ങളുടെ അധികാരവും അംഗീകരിച്ച് ഞങ്ങളുടെ കാൽ കീഴിൽ നിൽക്കാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ പുറത്താക്കും. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു മില്ലത്തുണ്ട്, ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ഞങ്ങൾക്കൊരു രീതിശാസ്ത്രമുണ്ട്, അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ ഇങ്ങനെ തൊപ്പിയും താടിയും വെച്ച് നിസ്കരിച്ച് പള്ളി ഉണ്ടാക്കി, നിങ്ങൾ റമദാനിലെ നോമ്പും നോറ്റ് ഖുർആനും പഠിച്ച് അതിനു വേണ്ട കേന്ദ്രങ്ങൾ ഉണ്ടാക്കി നടക്കൂല. ഇത് പ്രവാചകന്മാരോട് പറഞ്ഞു. അള്ളാഹു വഹി നൽകി ഈ അക്രമികളായ ആളുകളെ അവൻ നശിപ്പിക്കുമെന്നും. പടച്ചോൻ ഒരു തീരുമാനം ഉണ്ടാക്കും. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നതാണ് സഹോദരങ്ങളെ എന്റെ സംസാരത്തിൽ ഞാനും നിങ്ങളും അവസാനമായി ആലോചിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞത്. അതെന്താണ്? നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവും. നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും വിട്ടുവീഴ്ചയില്ലാതെ, അതാരുടെ മുമ്പിലും അടിയറവ് വെക്കാതെ, അതിൽ നീക്കുപോക്കുകളില്ലാതെ, ട്രെൻഡ് പലതും, നമ്മൾ ട്രെൻഡിന്റെ പിന്നാലെ പോകേണ്ട ആളുകളല്ല. നമ്മുടെ ക്യാമ്പസുകൾ പരിശോധിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പരിശോധിച്ചാൽ, പലപ്പോഴും ട്രെൻഡുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ലീഡ് ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളാണ്. നമ്മുടെ സംസ്കാരത്തെയും ആദർശത്തെയും വസ്ത്രധാരണത്തെയും രീതികളെയും നിസ്കരിക്കാൻ പോലും നേരമില്ല. ക്യാമ്പസുകളിലൊക്കെ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിശ്വാസിയാണോ നീ എങ്കിൽ സമയം നിർണയിക്കപ്പെട്ട ഇബാദത്താണ് പോയി നിസ്കരിക്കുന്ന ഒരു ചാടി കളിക്കാന്ന് പറയാൻ കഴിയണം. പടച്ചതമ്പുരാൻ നൽകിയ സാമ്പത്തികമായ ഐശ്വര്യം കൊണ്ട് ആളുകളൊക്കെ വിളിച്ച് കല്യാണം നടത്തി 11 മണിക്ക് നിക്കാഹ് കഴിഞ്ഞ് പിന്നെ 5 മണി വരെ സ്റ്റേജിന്റെ മുകളിൽ ഫോട്ടോ എടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ളുഹറും അസറും നഷ്ടപ്പെടുത്തുന്ന വധൂവരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് പല ആളുകൾക്കും നിസ്കാരമില്ല. അടിസ്ഥാനപരമായ ഒരു കാര്യം അങ്ങനെ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ദീൻ അനുസരിച്ച് ജീവിക്കുകയും ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കി വരുമ്പോ ഈ ലിബറൽ ചിന്താഗതിയുടെ നടുക്കടലിൽ ജീവിക്കുന്ന നമ്മൾ മക്കൾ പറയും, ഓക്കെ ഇത് മതി, ഇതാണ് സുഖം, ഇങ്ങനെ പോകാനാണ് രസം, ഇതാണ് പ്രായോഗികം, ഇതാണ് കാലഘട്ടത്തിന് അനുസരിച്ചത്, ഇത് മാത്രമേ ഇന്ന് സാധിക്കുകയുള്ളൂ, മറ്റേതൊന്നും നടക്കൂല എന്ന് പറയുവാൻ നമ്മുടെ വരും തലമുറ തയ്യാറാകാതിരിക്കണമെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ മനോഹാരിത എന്നും, എന്താണ് ഇസ്ലാം നമുക്ക് നൽകുന്ന ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്നും, എന്താണ് ഇസ്ലാം ചരിത്രത്തിൽ വരുത്തിയ അഭൂതപൂർവമായ മാറ്റമെന്നും, അതൊരു മനുഷ്യന് ഭൗതികവും പാരത്രികവുമായി എങ്ങനെയാണ് ഉപകരിക്കുക എന്നും അവരെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ആ ഒരു ബോധം ഉണ്ടായി കൊടുക്കാൻ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളെ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.